Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽജിബ്ര ആൻഡ് ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3rd ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ 4th ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ വരുന്നത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻസ് ആണ്. അതായത് നമ്മൾ മോണോമിയൽസിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, മോണോമിയൽസ് മീനിങ് ഓൺലി വൺ ടേം. ഓക്കെ, നമ്മുടെ എക്സ്പ്രഷൻസിൽ വൺ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുന്ന രണ്ട് മോണോമിയൽസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒബ്റ്റെയിൻ ദി വോളിയം ഓഫ് റെക്ടാങ്കുലർ ബോക്സസ് വിത്ത് ദി ഫോളോയിങ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു റെക്ടാങ്കുലർ ബോക്സിന്റെ വോളിയം ആണ്. ഹൗ ടു ഫൈൻഡ് ദി വോളിയം ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ്? ഇങ്ങനെ നമ്മൾ ഒരു റെക്ടാങ്കിൾ ബോക്സ് അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിന്റെ വോളിയം ചെയ്യുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ. ഇതാണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത്. വോളിയം എന്ന് പറഞ്ഞാൽ സിംപ്ലി കപ്പാസിറ്റി അല്ലെ. റെക്ടാങ്കിൾ ആണെങ്കിൽ ആ റെക്ടാങ്കിൾ ബോക്സിന്റെ കപ്പാസിറ്റിയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ ഇതിൽ 5a 3a square and 7a raised to 4, that is the length, breadth and height. അപ്പോൾ നമുക്ക് വോളിയം ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വോളിയത്തിന് ഇക്വേഷൻ എഴുതാം. v is equal to L into b into h. So this is the volume. So അപ്പോൾ v is equal to length is 5a, then breadth is 3a square, then height is 7a raised to 4. So അപ്പോൾ ഇവിടെ നമുക്ക് 3 മോണോമിയൽസ് ആണ്. 5a 3a square and 7a raised to 4. So ഇതിൽ കോഎഫിഷ്യൻസ് ഉണ്ട് അല്ലെ. Which are the coefficients? 5, 3 and 7 are the coefficients of the variable a square and a raised to 4. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് ഈ കോഎഫിഷ്യൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാം. That is 5 into 3. 5 into 3 is 15. Then 15 into 7. So what is the answer? 15 into 7. 35 and 5, then 3, 7 plus 3 is 10. That is 105. 105 ആണ് നമുക്ക് കോഎഫിഷ്യൻസിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ. സോ ആദ്യം നമുക്ക് അത് എഴുതാം. 105. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് വാരിയബിൾ. ഇവിടെ എല്ലാം സെയിം വാരിയബിൾസ് ആണ്. a സ്ക്വയർ a raised to 4. അപ്പോൾ നമുക്കറിയാം എന്താണ് വാരിയബിൾസിന്റെ കേസിൽ എക്സ്പോണൻസ് വരുമ്പം മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ എക്സ്പോണൻസിനെ ആഡ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് a raised to, ഇനി നമുക്ക് എക്സ്പോണൻസിനെ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ a എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് a raised to 1 ആണ്. സോ 1 plus 2 ദാറ്റ് ഈസ് 3 and 3 plus 4 is 7. So the answer is 105 a raised to 7. So this is the volume. So ഇതാണ് റെക്ടാങ്കുലർ ബോക്സിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ജസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വാരിയബിൾസിന്റെ എക്സ്പോണൻസ് ഓർ പവേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആഡ് ആണ് ചെയ്യേണ്ടത്. അവിടെ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആഡ് ചെയ്യാം. പവേഴ്സിനെ മാത്രം ആഡ് ചെയ്യാം. ബാക്കി വരുന്ന ടേംസിനെയും വാരിയബിൾസിനെയും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, then next സെയിം വോളിയം തന്നെയാണ്, ബട്ട് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. വോളിയം v is equal to L into b into h. So v is equal to വോളിയം v എന്താണ്? ലെങ്ത് is xy into breadth is 2x square y and into height is 2xy square. 2xy square, that is the height. Then ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇവിടെ കോഎഫിഷ്യൻസ് നോക്കണം അല്ലെ. കോഎഫിഷ്യൻസ് ഫസ്റ്റ് കേസിൽ 1 ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കൊണ്ട് ചെയ്താൽ എന്തായാലും ആ നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് അടുത്ത രണ്ട് കോഎഫിഷ്യൻസ് നോക്കാം. 2 and 2 ആണ്. 2 into 2 is 4. അപ്പൊ നമ്മൾ 4 എഴുതി. ദെൻ ഇനി നെക്സ്റ്റ് വരുന്നത് വാരിയബിൾസ്. എക്സ് ആൻഡ് വൈ ആണ് വാരിയബിൾസ്. അപ്പൊ ആദ്യം നമുക്ക് എക്സിനെ നോക്കാം അല്ലെ. എക്സിന്റെ പവേഴ്സ് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ 1, 2, ദെൻ നെക്സ്റ്റ് അഗെയിൻ 1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പവേഴ്സിനെ ആഡ് ചെയ്യണം. ദാറ്റ് ഇസ് 1 plus 2 is 3, 3 plus 1 is 4. So the answer is x raised to 4. Then next variable is y. So y യുടെ പവേഴ്സ് 1, 1 and 2 ആണ്. So 1 plus 1 is 2, 2 plus 2 is 4. So y raised to 4. So this is the volume. നമ്മൾ റെക്ടാങ്കിൾ ബോക്സിന്റെ വോളിയം ആണ് 4x raised to 4 y raised to 4. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ക്ലിയർ ആയല്ലോ. സെയിം ടൈപ്പ് ആണ്, ബട്ട് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഹൈറ്റിൽ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ.
ഇനി നെക്സ്റ്റ് നമുക്ക് ഒബ്റ്റെയിൻ ദി പ്രൊഡക്റ്റ് ഓഫ്, എഗെയിൻ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ചെയ്യാനാണ് 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്രൊഡക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോന്ന് പ്രൊഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ 2 into 4y then 8y² then 16y raised to 3. ഇവിടെ 4 ടേംസ് വരുന്നുണ്ട് അല്ലെ, എല്ലാം മോണോമിയൽസ് ആണ്, സിംഗിൾ ടേംസ് ആണ്. ബട്ട് അങ്ങനത്തെ 4 ടേംസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഇസ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് ഇവിടെ എഴുതാം. 2 into 4y into then next is 8y² ആണ്. അപ്പം 8y² then into 16y³. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കോഎഫിഷ്യൻസ് ചെക്ക് ചെയ്യുക. 2 into 4 8 ആണ്. then 8 into 8 again 64 വരും. then 64 into 16 64 into 16 24 4 then 2 6 into 6 36 ഉം 2 ഉം 38 then 4 into 1 4 6 into 1 6. So 4, 8 plus 4 is 12, then 1, 6 plus 3, 9 plus 1, 10. That is 1024. 1024 ആണ് കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം, 1024. then നെക്സ്റ്റ് വൺ ഇസ് വാരിയബിൾസ് നോക്കണം. ഇവിടെ ഒരു വാരിയബിളേ ഉള്ളൂ, y മാത്രം. അപ്പോൾ ഫസ്റ്റ് y എഴുതാം, then അതിൻ്റെ എക്സ്പോണൻസ് ആഡ് ചെയ്യണം. ഇവിടെ 1 plus 2 3, 3 plus 3 is 6. ഓക്കെ, ആഡ് ആണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ അല്ല. അപ്പൊ 1024 y raised to 6, ദാറ്റ് ഇസ് ദി ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ്. ഇത് ഫസ്റ്റ് വണ്ണിന്റെ പ്രൊഡക്റ്റ് ആണ്, നമ്പർ 1. ഓക്കെ, ദെൻ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ചെയ്യണം. ദാറ്റ് ഇസ് സെക്കൻഡ് വണ്ണിലെ ടേംസ് a into -a² into a³. ദാറ്റ് ഇസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ കോഎഫിഷ്യൻസ് ഒക്കെ 1 ആണ്. അപ്പോൾ 1 into 1 into 1 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 1. ദെൻ ഇനി നമുക്ക് വാരിയബിൾസ് നോക്കാം. ദാറ്റ് ഇസ് a മീനിങ് ഇസ് a raised to 1 ആണ്. ബട്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരുന്നുണ്ട്. അപ്പം മൾട്ടിപ്ലിക്കേഷനിൽ എപ്പോഴും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ആൻസറിൽ വരുമ്പോൾ ആ നെഗറ്റീവ് വരും. ഇവിടെ ഫസ്റ്റത്തെ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്, ദെൻ നെഗറ്റീവ് ഇൻറ്റു വീണ്ടും പോസിറ്റീവ് വന്നു. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് തന്നെ വന്നു. അപ്പോൾ ആൻസറിൽ എന്തായാലും നെഗറ്റീവ് ഉണ്ടാവും. പിന്നെ വാരിയബിൾ a ആണ്, അത് എഴുതി കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, എക്സ്പോണൻസ് നോക്കുക, എക്സ്പോണൻസിനെ ആഡ് ചെയ്യുക. ഓക്കെ, സോ 1 plus 2 3 ആണ്, ദെൻ 3 plus 3 6 ആണ്. സോ ദി ആൻസർ ഇസ് -a raised to 6 is the answer. ഓക്കെ, അതാണ് സെക്കൻഡ് വണ്ണിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, തേർഡ് വൺ. തേർഡ് വണ്ണിൽ a 2b 3c 6abc. സോ ദിസ് ആർ ദി 4 numbers. ഓക്കെ, 4 ടേംസ് ആയിട്ട് വരുന്നത് 4 മോണോമിയൽസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് വൺ ചെയ്യാം. a into 2b into 3c into then 6abc. So these are the terms. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, കോഎഫിഷ്യൻ. ദാറ്റ് ഈസ് 1. ഇവിടെ a മീനിങ് 1a ആണ്. സോ 1 into 2 2, then 2 into 3, 2 into 3 is 6, then 6 into 6 36. അപ്പോൾ 36 വന്നു. ഇനി വാരിയബിൾസ് നോക്കാം. റിപ്പീറ്റ് ചെയ്യുന്ന വാരിയബിൾസ് ഇവിടെ a റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അപ്പോൾ a into a² ആണ്. ഇനി bയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, b into b² ഇനി അടുത്ത എന്താണ്, c നോക്കുമ്പോഴും cയും റിപ്പീറ്റ് ചെയ്യുന്നു, ദാറ്റ് ഇസ് c². സോ ദി ആൻസർ ഇസ് 36a² b² and c². ദാറ്റ് ഇസ് ദി പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. 5th one, obtain the product of this terms. ഓക്കെ, ക്ലിയർ. നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മുടെ ആ ഒരു എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൂടുതൽ മൾട്ടിപ്ലിക്കേഷൻസ് നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത് മോണോമിയലിനെ വേറൊരു മോണോമിയലുമായിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചത്. രണ്ടും മോണോമിയൽസ് ആയിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫസ്റ്റ് എക്സസൈസിൽ ചെയ്തത്. ഇനി നമ്മൾ വേറൊരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് വൺ ഇസ് മൾട്ടിപ്ലൈങ് എ മോണോമിയൽ ബൈ എ ബൈനോമിയൽ. മോണോമിയലും ബൈനോമിയലും എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. മോണോമിയൽ എന്ന് പറഞ്ഞാൽ 1 ടേം, ബൈനോമിയൽ എന്ന് പറയുമ്പോൾ 2 ടേംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവരെ നമുക്ക് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം, ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ, ഇവിടെ ബൈനോമിയലിനും ദെൻ മോണോമിയലിനും 2 ടേംസ്, 2 എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബൈനോമിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ 2 ടേംസ് ഉണ്ടാവും അല്ലേ. ഫസ്റ്റ് ടേം 5y യും സെക്കൻഡ് ടേം 2 ആണ്.
ദെൻ ഇനി മോണോമിയലിൽ 3x ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇവർ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5y + 2 × 3x ആണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? ഇവിടെ രണ്ട് ടേംസിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ 3x, അതായത് മോണോമിയലിനെ ഇവിടെ വരുന്ന ഈ ഒരു ബൈനോമിയലിലെ ഫസ്റ്റ് ടേമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എഗെയിൻ സെക്കൻഡ് ടേമിനെ വെച്ചിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് അല്ലെ, രണ്ട് ടേംസിനെയും കൂടെ ബ്രാക്കറ്റിലാണ് കൊടുത്തത്. ബൈനോമിയലിനെ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് ആ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5y × 3x, ഇതാണ് ഫസ്റ്റത്തെ ടേം വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇവിടെ പ്ലസ് ആണ് അല്ലെ, ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞ സൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ പ്ലസ് കൊടുക്കാം. ഓക്കെ, പ്ലസ്. ഇനി നെക്സ്റ്റ് 3x × 2. ഓക്കെ, ഇങ്ങനെ വരും. ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് 5y × 3y, ഇപ്പൊ വീണ്ടും നമ്മൾ ആദ്യം പഠിച്ച മോണോമിയൽ × മോണോമിയലാ വന്നത്. അപ്പൊ എന്ത് വരും? 15xy എന്ന് വരും. 15xy, ദെൻ പ്ലസ് നെക്സ്റ്റും മോണോമിയൽ × മോണോമിയൽ, 3x × 2 is 6x. 6x വന്നു. ഓക്കെ, കഴിഞ്ഞു. ഇത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി ഇവിടുന്ന് നമുക്ക് അഡീഷൻ പോസിബിൾ ആണോ? നമ്മൾ ഓൾറെഡി അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചിട്ടുണ്ട്. അഡീഷൻ ഒക്കെ വരുന്ന സമയത്ത് അഡീഷൻ ചെയ്യണമെങ്കിൽ ലൈക്ക് ടേംസ് ആയിരിക്കണം. പക്ഷെ ഇവിടെ ലൈക്ക് ടേംസ് ആണോ വന്നത്? അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ആൻസർ സ്റ്റോപ്പ് ചെയ്യാം. ഈ രണ്ട് മോണോമിയൽ ആൻഡ് ബൈനോമിയലിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ 15xy + 6x is the answer. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡക്റ്റ് ചെയ്യുന്നത് ബൈനോമിയൽ ആൻഡ് മോണോമിയൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ബൈനോമിയൽസ് ഇങ്ങനെ ബ്രാക്കറ്റ്സിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ അതിനെ മോണോമിയൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ ബൈനോമിയലിൽ എന്താണോ ഓപ്പറേഷൻ വരുന്നത്, ഏത് സിമ്പിൾ ആണോ വരുന്നത്, അതാണ് നമുക്ക് ആൻസറിലോട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇതൊരു എക്സാമ്പിൾ ആയിരുന്നു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. നെക്സ്റ്റ് വൺ എന്താണ്? ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ ഫൈൻഡ് ദി പ്രൊഡക്റ്റ് തന്നെയാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് ഒരു മോണോമിയൽ ആണുള്ളത്. ദാറ്റ് ഇസ് 2x is the മോണോമിയൽ. ദെൻ പിന്നെ നെക്സ്റ്റ് വരുന്നത് ബൈനോമിയൽ ആണ്. ദാറ്റ് ഇസ് 2 ടേംസ്, 3x ദെൻ പ്ലസ് 5xy. അപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് വരുന്നില്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ മതി. സിമ്പിൾ വേർഡ്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് അതിനെ എന്ത് പറയാം? ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് 2x ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലുള്ള ടേംസ് ആയിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ 2x × 3x ദെൻ പ്ലസ് 2x × 5xy. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നോർമലി ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അപ്പൊ 2x × 3x is 6x² എന്ന് വരും. x × x x². ദെൻ പ്ലസ് 5 × 2 10, x × x x², ദെൻ y. ഓക്കെ, ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം രണ്ടും എന്താണ്? അൺലൈക്ക് ടേംസ് ആണ്. ഇവിടെ ഒരു വൈയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു അല്ലെ, പക്ഷെ ഇവിടെ x² മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദിസ് ഇസ് ദി ആൻസർ. ഇതാണ് നമ്മുടെ ബൈനോമിയൽ ആൻഡ് മോണോമിയലിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് 6x² + 10x², y is the answer. ഓക്കെ, അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ക്ലിയർ ആയില്ലേ? നമ്മൾ ബൈനോമിയൽ ആൻഡ് മോണോമിയലിന്റെ പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് വീണ്ടും മോണോമിയൽ ആൻഡ് ബൈനോമിയലിന്റെ പ്രൊഡക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിലും നമുക്ക് ബൈനോമിയലിനെ നമ്മൾ ബ്രാക്കറ്റ്സിലാണ് കൊടുത്തിട്ട്, രണ്ട് ടേംസ് വരുന്നുണ്ട്, അതുകൊണ്ട് അതിനെ ബ്രാക്കറ്റിൽ കൊടുത്തു. ദെൻ അതിന്റെ ഔട്ട്സൈഡ് നമുക്ക് മോണോമിയൽ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് a² × 2ab. അതായത് ഈ ഒരു a² ഈ 2ab കൂടെ നമ്മൾ ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ നെക്സ്റ്റ് വീണ്ടും a² 5c കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇവിടെ മൈനസ് ആണ് വരുന്നത്. അപ്പൊ മൈനസ് a² × 5c. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2, ഇവിടെ 1 ആണ് കോഎഫിഷ്യന്റ്. അപ്പൊ 2 × 1 is 2. അപ്പൊ 2 then a² × a is a³ ആണ്. എക്സ്പോണൻസ് ആഡ് ചെയ്യുന്നു. അപ്പൊ a³ then b.
മൈനസ് നെക്സ്റ്റ് വൺ അഗെയിൻ കോഎഫിഷ്യൻസ് 1 ഉം 5 ആണ്. അപ്പൊ 1 into 5 is 5. Then a square c. സോ അപ്പൊ ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ് വാരിയബിൾസ് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. ദാറ്റ് മീനിങ് ഇസ് ദിസ് ടു ടേംസ് ആർ അൺലൈക്ക് ടേംസ്. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്ട്രാക്ഷൻ പോസിബിൾ അല്ല. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദി പ്രൊഡക്റ്റ് 2a³ b minus 5a square c. അപ്പം നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് മോണോമിയൽ ഇൻടു ബൈനോമിയൽ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ബൈനോമിയലും മോണോമിയലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ദെൻ 2 മോണോമിയൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.